ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ MIS റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ്. അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു അക്കൗണ്ടന്റ് തീർച്ചയായും ഈ റിപ്പോർട്ട്സുകൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ഫേമിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മാനേജർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ബിസിനസിന്റെ പൊസിഷൻ എന്താണ്, എത്ര കൊടുക്കാനുണ്ട് നമ്മുടെ ബിസിനസ്, അതേപോലെ ബിസിനസ്സിലേക്ക് എത്ര കിട്ടാനുണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്ര അവൈലബിൾ ആയിട്ടുണ്ട്, അതേപോലെ പേയ്മെന്റുകൾ എന്നാണ് കൊടുക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാത്ത ഒരാളെ ഒരു അക്കൗണ്ടന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പറായി നമ്മുടെ ബിസിനസിന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് അക്കൗണ്ടിങ് വർക്ക് നമ്മൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. ബിസിനസ് എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓരോ മന്ത്ലിയും പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ വീക്കിലി പ്രോഫിറ്റ് എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ നിങ്ങൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, ടാലിയിലെ MIS റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊരു കാര്യവും ചെയ്യാൻ അറിയുന്നതിൻ്റെ ഒരു 2-3 പടി മുകളിലായിരിക്കണം നമ്മൾക്ക് റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയറിലാണെന്നുണ്ടെങ്കിലും ആ സോഫ്റ്റ്വെയർ നമ്മൾക്ക് നല്ല മനഃപ്പാഠമായിരിക്കണം. നമ്മൾ കണ്ണടച്ചാലും ആ സോഫ്റ്റ്വെയറിലെ ഓരോ കീകളും നമ്മുടെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മൾക്കൊരു അക്കൗണ്ടിങ് വർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് MIS റിപ്പോർട്ടുകൾ എടുക്കാൻ നോക്കാം. ടാലിയിൽ നമ്മൾക്ക് മൊത്തം MIS റിപ്പോർട്ടിനെ നമ്മൾക്ക് 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റിൽ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സുകളാണ്. ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, എന്തുമാത്രം ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്, എന്തുമാത്രം ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ടുകളാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിലൂടെ കാണിക്കുക. സെക്കൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ റിപ്പോർട്ടാണ്. അതായത് നമ്മൾക്ക് ഐറ്റത്തിന്റെ റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് ഐറ്റം, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ, അതായത് എന്തുമാത്രം പർച്ചേസ് ഉണ്ടായിട്ടുണ്ട്, എന്തുമാത്രം സെയിൽസ് ഉണ്ടായിട്ടുണ്ട്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മൾക്ക് സെയിൽസ് പെർഫോമൻസ്, അതേപോലെ കസ്റ്റമർ അനാലിസിസ്, നമുക്ക് ഓരോ കസ്റ്റമറുടെയും നമുക്ക് ഏതാണ് ടോപ്പ് കസ്റ്റമർ എന്നതൊക്കെ നമുക്ക് ടാലിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ അറിയാൻ പറ്റും. അപ്പൊ ടാലി പ്രൈം എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സുകൾ നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതൊരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ കൂടിയാണ്. എന്ത് റിപ്പോർട്ട് ആണെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ടാലിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് HR റിപ്പോർട്ടുകളാണ്. അതായത് നമ്മുടെ പേറോളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ എംപ്ലോയി വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഓരോ റിപ്പോർട്ടുകളും വിശദമായി തന്നെ പഠിക്കാം. ഫസ്റ്റിൽ എന്താണ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടാണ്. അതിലെന്തൊക്കെയാണ് വരിക, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണണം വിചാരിക്കുക, Alt F1 അടിച്ചാൽ മതി. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് എന്ന് അറിയാൻ പറ്റുക, നമ്മൾ എത്ര കൊടുക്കാനുണ്ട്, കറണ്ട് ലയബിലിറ്റിന്റെ അണ്ടറിൽ സൺഡറി ക്രെഡിറ്റേഴ്സ് എടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള പാർട്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ബിസിനസ് ആരൊക്കെ കൊടുക്കാനുണ്ട്. ഇനി കിട്ടാനുള്ള ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിലോ നമുക്ക് സൺഡറി ഡെറ്റേഴ്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. സൺഡറി ഡെറ്റേഴ്സ് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആൾക്കാരുടെ അടുത്തു നിന്നാണ് ബിസിനസ്സിനെ ഇങ്ങോട്ട് കിട്ടാനുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ ഓണർ ചോദിക്കുകയാണ്, നമ്മുടെ ഫേമിൽ എന്തുമാത്രം അസറ്റുകളുണ്ട്, ഫിക്സഡ് അസറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അസറ്റുകളാണ് നമ്മളുടെ ബിസിനസ്സിൽ ഉള്ളത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ബാങ്കിൽ എത്ര പൈസയുണ്ട്, ഇപ്പൊ
ഇപ്പം കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ബിസിനസ് എത്ര ലോൺ എടുത്തിട്ടുണ്ട്, എന്തുമാത്രം ബാധ്യതയുണ്ട്, ക്യാപിറ്റൽ എത്രയാണ് എമൗണ്ട് ഉള്ളത്, അതേപോലെ നമ്മൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല അത് എത്രയുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും. ഇനി അടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്താണ്, നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താൽ നമുക്ക് ഇടതുഭാഗത്തെ എക്സ്പെൻസും വലതുഭാഗത്തെ ഇൻകമാണ് കാണിക്കുക. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിലോ ഓൾട്ട് F1 അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. എന്തൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടുക, പർച്ചേസ് എത്ര ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ സെയിൽസ് എത്ര ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫേമിൽ എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുക. ഇപ്പോൾ നമുക്ക് സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെയിൽസിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സെയിൽസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ഇനി നെക്സ്റ്റിൽ നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് മന്ത്ലി കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും, ഓട്ടോ കോളം, ഓൾ 10 അടിച്ചാൽ മതി. ഇവിടെ ഓൾ 10 അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മന്ത്ലി ആണ് കാണുന്നതെങ്കിൽ നമുക്ക് മന്ത്ലി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. മന്ത്ലി പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. ഏപ്രിൽ മന്തിൽ ഇത്രയാണ് വന്നിരിക്കുന്നത്, മെയ്യിൽ ഇത്രയാണ് വന്നിരിക്കുന്നത്, ജൂണിൽ. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. എന്തുമാത്രം പ്രോഫിറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ നമ്മൾ സെയിൽസിൻ്റെ റിപ്പോർട്ടാണ് എടുത്തതെന്ന് വിചാരിക്കുക. സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രാഫിക്കൽ റിപ്പോർട്ടുകളായിട്ട് നമുക്കിവിടെ കിട്ടും. ഓരോ മന്തിലും എന്തുമാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ റിപ്പോർട്ടിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ എന്ത് റിപ്പോർട്ടുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ടാലിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റിൽ എന്താണ്, നമ്മൾക്ക് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ റിപ്പോർട്ട് നമുക്ക് എവിടെയാണ് ഉണ്ടായിരിക്കുക, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിലെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ബിസിനസ്സിൽ എന്തുമാത്രം ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് റിപ്പോർട്ട് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓപ്പറേഷണൽ റിപ്പോർട്ടാണ്. അതിൽ ഫസ്റ്റിൽ എന്താണ്, നമ്മൾക്ക് ഐറ്റം ആണ്, ഇൻവെൻ്ററി റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്തുമാത്രം സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അതേപോലെ നമുക്ക് ഏജിങ് അനാലിസിസ്, ഓരോ ഐറ്റത്തിൻ്റെയും പഴക്കം, അതായത് നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്കുകൾ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്നാണ് അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ആ ഐറ്റം, കാരണം ആദ്യം പർച്ചേസ് ചെയ്തതാണ് നമ്മൾ ആദ്യം സെയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ്, ഐറ്റത്തിൻ്റെ പഴക്കം കാരണം ആ ഐറ്റം വേണ്ട രീതിയിൽ സെയിൽ ചെയ്ത് പോകില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, നേരെ നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് സ്റ്റോക്ക് സമ്മറി നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റോക്ക് സമ്മറി നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണും. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് F12 പ്രസ് ചെയ്യാം. F12 പ്രസ് ചെയ്തതിന് ഇവിടെ നമുക്ക് കാണിക്കും ഷോ ഓപ്പണിംഗ് ബാലൻസ്. നമുക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ യെസ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ചോദിക്കും ഷോ ഗുഡ്സ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിലേക്ക് എത്ര ഗുഡ്സ് വന്നിട്ടുണ്ട്, ബിസിനസ്സിന് എത്ര ഗുഡ്സ് പോയിട്ടുണ്ട്, നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടി നമ്മൾ യെസ് കൊടുക്കാം. ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. ഇനി എന്താണ് നമുക്കിവിടെ കാണിക്കേണ്ടത്, അതേപോലെ നമുക്കിവിടെ ഷോ സ്റ്റോക്ക് ഐറ്റം വിത്ത് സീറോ ക്വാണ്ടിറ്റി ഓർ ബാലൻസ്. നമുക്ക് ഐറ്റം സീറോ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഷോ ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ യെസ് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ അടിക്കാം. അപ്പോൾ നമുക്ക് കണ്ടു ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. ഓപ്പണിംഗ് ബാലൻസ്, ഇൻവേർഡ്, ഔട്ട്വേർഡ്, ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. ഓരോ ഐറ്റവും എന്തുമാത്രം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ നമ്മൾക്ക് ഏജിങ് അനാലിസിസ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ഐറ്റത്തിൻ്റെയും പഴക്കം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഐറ്റം വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കാണേണ്ടത് വിചാരിക്കുക. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഐറ്റം വൈസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റം വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ഐറ്റത്തിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വൈസ്, നമ്മൾ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ട് കിട്ടും. ഐറ്റത്തിൻ്റെ ആണെങ്കിൽ ഐറ്റം വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. ഇനി എന്താണ്, നമുക്ക് ഐറ്റത്തിൻ്റെ ഏജിങ് അനാലിസിസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതിൽ മൂവ്മെൻറ്റ് അനാലിസിസിൻ്റെ അടിയിൽ ഏജിങ് അനാലിസിസ് ഉണ്ട്.
ഇവിടെ നമുക്ക് ഏജിങ് അനാലിസിസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിച്ചു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡേയ്സ് വന്ന് കിടക്കുന്നുണ്ട്. ബിലോ 45 ഡേയ്സ്, 45 to 90 ഡേയ്സ്, 90 to 180 ഡേയ്സ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഏജിങ് പീരീഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏജിങ് പീരീഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് എത്ര ദിവസത്തിൻ്റെ പഴക്കത്തിലാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് 0 to 45, 45 to 90, 90 to 180 ഡേയ്സ് ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടേതായുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പീരീഡ് നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. നമുക്ക് വാല്യൂ ആണ് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഷോ വാല്യൂ അടിക്കാം. അപ്പോൾ നമുക്ക് വാല്യൂയും കൂടി ഇട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കും. ഹൈഡ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഹൈഡ് വാല്യൂ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതേപോലെ വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് എക്സ്പയർഡ് ബാച്ചസിൻ്റെ ഡീറ്റെയിൽസ് വേണോ അതോ ഗോഡൗൺ ടൈപ്പ് ആയിട്ടുള്ള റിപ്പോർട്ട് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതേപോലെ ഇവിടെ F9 ഏജിങ് സ്റ്റൈൽ, എന്ത് പഴക്കമാണ് നമുക്ക് അറിയേണ്ടത്, ഏത് രീതിയിലാണ്, മെത്തേഡ് എന്താണ് ഉപയോഗിക്കേണ്ടത്, ഡേറ്റ് ഓഫ് പർച്ചേസ് ആണോ അതോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പഴക്കമാണോ അറിയേണ്ടത്, മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പഴക്കമാണോ, ടു ബി എക്സ്പയർഡ്, ഇനി എക്സ്പയർഡ് ആകാൻ എത്രയുണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് പർച്ചേസ് കൊടുത്താൽ നമുക്കിവിടെ കാണിക്കും ഷോ ഓൺലി എക്സ്പയർഡ് ബാച്ചസ്. എക്സ്പയർഡ് ബാച്ചസ് മാത്രം മതിച്ചാൽ അത് കാണിക്കാം, അല്ല എല്ലാം കാണിക്കണമെങ്കിൽ നമ്മളിവിടെ നോ കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ഏജ്ഡ് ബൈ ഡേറ്റ് ഓഫ് പർച്ചേസ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ കിടക്കുക. അപ്പോൾ ഈ ഓരോ ഐറ്റവും നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കണം. അന്നത്തേക്ക് ഈ ഐറ്റത്തിൻ്റെ പഴക്കം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ 31/5 എടുക്കുന്നത്. ഞാൻ റിപ്പോർട്ട് എടുത്ത് നോക്കണതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജൂലൈ 1 വിചാരിക്കുക. ഞാനിവിടെ 1/7 സെലക്ട് ചെയ്തിട്ടെടുത്തത്. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഇതിൻ്റെ പഴക്കം നമുക്ക് ഇവിടെ 90 to 180 ഡേയ്സിലേക്ക് ആയിട്ടുണ്ട്. കാരണം നമ്മൾ എന്ന് പർച്ചേസ് ചെയ്തു എന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും പഴക്കത്തിൻ്റെ ലിസ്റ്റുകൾ കാണുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടും. അടുത്തത് എന്താണ്, നമ്മൾക്ക് പ്രൊഡക്ഷൻ റിപ്പോർട്ടാണ്. അതായത് നമ്മൾക്ക് ടാലിയിൽ നമ്മൾക്ക് ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്കതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാനുഫാക്ചറിങ് ജേണലാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ച് അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഫിനിഷ് ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യണ സമയത്ത് അവിടെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നൊരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ബോം എന്നുള്ളൊരു ഓപ്ഷനാണ് ഉപയോഗിക്കുക. BOM എന്ന് പറയും. അപ്പോൾ നമുക്ക് ടാലിയിൽ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു പ്രൊഡക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് എന്ത്, ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫിനിഷ് ഗുഡ്സിൻ്റെ സ്റ്റോക്കും അറിയാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് നമ്മൾക്ക് റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കും അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അടുത്തത് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഇപ്പം നമ്മൾ പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും കാര്യങ്ങളാണ് കാണേണ്ടത്. അത് നമുക്ക് എവിടെ നിന്ന് തന്നെയാണ് കിട്ടുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ്, നമ്മുടെ ബിസിനസ്സിൽ എത്രമാത്രം പർച്ചേസ് ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം സെയിൽസ് ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഡീറ്റെയിൽസും ഒക്കെ നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ ടാലിയിൽ നമുക്ക് എന്താണ് ഒരു കസ്റ്റമർ വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടും. നമുക്ക് ടോപ്പ് കസ്റ്റമർ ആരാണ് അതറിയാൻ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് മുകളിൽ ഗോ ടു ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ടൈപ്പ് ചെയ്യാം ടോപ്പ് ബയർ ആൻഡ് സെല്ലർ. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേമിലെ ടോപ്പ് ബയർ ആരാണ്, സെല്ലർ ആരാണ്. ഇവിടെ കാസിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ഇവിടെ 50 ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ബേസ്ഡ് ഓൺ വാല്യൂ ആണ്. ക്വാണ്ടിറ്റി വൈസ് ആണ് കാണണമെങ്കിൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി വൈസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സെയിൽസിൻ്റെ റിപ്പോർട്ടും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമർ അനാലിസിസും കിട്ടും. അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് HR ലെവൽ റിപ്പോർട്ടുകളാണ്. അതായത് എംപ്ലോയി വൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഓരോ എംപ്ലോയിയുടെയും എന്തുമാത്രം സാലറി വന്നിട്ടുണ്ട്, അവരെത്ര ലീവ് എടുത്തിട്ടുണ്ട്, അവരെത്ര ഓവർ ടൈം എടുത്തിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ അതിന് ടാലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പേറോൾ എന്നാണ് പറയുക. അപ്പോൾ പേറോൾ നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മുകളിൽ കമ്പനിയിൽ F11 റിപ്പോർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മെയിൻറ്റെയിൻ പേറോൾ. ഈ ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പേറോൾ ബട്ടൺ ഇവിടെ വരും. പേറോൾ മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരും. ഇവിടെ നമുക്ക് എംപ്ലോയി ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ എംപ്ലോയിയെ ക്രിയേറ്റ് ചെയ്യാം. വർക്കിംഗ് യൂണിറ്റ് ആവും ചിലപ്പോൾ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു മാനുഫാക്ചറിങ് ഫേം ആകുമ്പോൾ അവിടെ എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തു അതിനനുസരിച്ചായിരിക്കും റേറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് അവിടെ കൊടുക്കാം. ഓവർ ടൈം ആണെങ്കിൽ അവറിനാണ് നമ്മൾ കൊടുക്കുക. അതേപോലെ അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈം, നമ്മൾ ലീവുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അപ്പോൾ ആബ്സെൻ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം. നെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പേ ഹെഡ്സ് ആണ്.
ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബേസിക് സാലറി, അതിന് എല്ലാവരുടെ ഉണ്ടായിരിക്കും അല്ലേ ബേസിക് സാലറി. അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ എംപ്ലോയിയുടെയും നമ്മൾക്ക് എംപ്ലോയി വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അതെവിടെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ പേറോൾ റിപ്പോർട്ട്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പേറോൾ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. പേ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തരെയും സ്ലിപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ രാജിന് എന്തെല്ലാം വന്നിട്ടുണ്ട്. രാജ് 2 ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട്. രാജിനുള്ള ഏണിങ്സ് ഇവിടെയും ഡിഡക്ഷൻസ് ഇവിടെയാണ് കാണിക്കുക. രാജിൻ്റെ നെറ്റ് സാലറി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. നമുക്ക് പേ ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം, അറ്റൻഡൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേറോൾ രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര രജിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടും. നമ്മൾ ഒരു രജിസ്റ്ററാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പോൾ MIS റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം. ടാലിയിൽ എങ്ങനെയാണ് ഓരോ റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്തിട്ടെടുക്കുക, എന്തെല്ലാം റിപ്പോർട്ട്സുകളാണ് ടാലിയിൽ ഉള്ളത്, ഇതറിയാതെ ഒരു അക്കൗണ്ടൻ്റ് ആകാൻ പറ്റില്ല. കാരണം നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.